ആദ്യം കയറിയിട്ട് താഴെ മലന്ന് കിടക്കണം. അതെന്തിന്? ഞാൻ നിന്റെ ദേഹത്ത് ചാടും. അല്ലെ കാലുടി. ആദ്യം ഞാൻ കേറാം. പിടിച്ചോ, പിടികിട്ടിയ. ഇങ്ങോട്ട് വാ ചേട്ടാ. ചറി വരാടെ പെട്ടെന്നെത്തും. അയ്യോ അയ്യോ പടിയുണ്ടോ? എന്റെ കൂടെ നിന്നോണേ കേട്ടാ. ഇതിനൊക്കെ സക്സസ്. അങ്ങനെ കേരളത്തിൽ വന്ന് നടത്തിയ ആദ്യത്തെ മോഷണം വളരെ മനോഹരമായി തീർന്നിരിക്കുകയാണ്. സമയമില്ല അണ്ണാ, നല്ല വെയിറ്റ് ഉണ്ട്. പറഞ്ഞതുപോലെ ലക്ഷങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരിക്കും. നിനക്ക് മാറിയ വല്ല വേണോ? എവിടെ? ആ പെണ്ണുപിള്ളയുടെ കരുത്തിലുണ്ട്. അണ്ണാ, ആർത്തി വേണ്ട. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണോന്നല്ലേ മീശമാധവൻ പറഞ്ഞിട്ടുള്ളത്. വാ, ഫ്രണ്ടിനോട് തുറന്നു പോ. ആ വാ. എഴുന്നേക്ക്. എന്റെ കാലൊന്ന് പിടി. മതിലിയാടിയപ്പോ ഒളുക്കിയതാ. വലിക്ക് വലിക്ക്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. മോനെ ബാബു, അച്ഛന് രാവിലെ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടടാ. എടി, കിടത്ത് കൂർക്കം വലിച്ച് ഉറങ്ങനായിട്ടില്ലേ ഭൂതത്തി? കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. കൊച്ചേ, മിണ്ടാതെ ഉറങ്ങണം, കിടന്നുറങ്ങ്. എന്റെ ദൈവമേ, വീട്ടിൽ കള്ളം കയറിയല്ലോ. അയ്യോ ദൈവമേ, എന്റെ സ്വർണം, എന്റെ പൈസ. അയ്യോ കള്ളൻ, കള്ളൻ. അയ്യോ ചേട്ടാ, എഴുന്നേക്ക് അങ്ങോട്ട്. എന്താ നോക്കിയത്? നോക്കാനെന്ന്.
കള്ളൻ. അയ്യോ എന്റെ ദൈവമേ. അലമാരി നീ ഇതുവരെ കണ്ടിട്ടില്ലേ? അല്ല മനുഷ്യ, കള്ളൻ കേറിയെന്ന്. ഒരു വലിയ ഉദ്യോഗസ്ഥനാ. അയ്യോ 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 അയ്യോ, കഥ തുറന്നു നടക്കുന്നല്ലോ. അയ്യോ അയ്യോ, കള്ളൻ കള്ളൻ ചേട്ടാ, കള്ളൻ കള്ളൻ. ഇതെവിടെ പോയി? ആഹാ, ദേ ഒന്നങ്ങോട്ട് എഴുന്നേറ്റേ. വീട്ടിൽ കള്ളൻ കേറി. എവിടെ കള്ളനെവിടെ? അലമാരിക്കകത്താ? ചെന്ന് നോക്ക്, ഫ്രണ്ടില് ഡോറൊക്കെ തുറന്നു കിടക്കുവാ. അവന്മാരെ പഠിച്ച കള്ളന്മാരാ. എന്ത് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വല്ല കിടപ്പുണ്ടോ? അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ, എന്റെ ബാഗ് ഒക്കെ കൊണ്ടുപോയി തോന്നുന്നത്. ചേട്ടാ ഒന്ന് നോക്ക്. ഇല്ല, വേറെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഏതായാലും പോലീസിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കും. കംപ്ലൈന്റ് എഴുതി കൊടുക്കാനോ? അയ്യോ, ഞാനല്ലേ ഇവിടുത്തെ എസ്ഐ. മറന്നു. നിങ്ങളെ ഇനി ഒരു ചുക്കും ചെയ്യണ്ട. ചെയ്യേണ്ടതാന്ന് എനിക്കറിയാം. മാറിക്കോട്ട്. നിങ്ങൾ നടന്നോ. ഹലോ ഹലോ, AKCPയുടെ ജനറൽ സെക്രട്ടറി ബാലപ്പനല്ലേ? അതെ, ബാലപ്പനാണ്. ആ ബാലപ്പ, ഞാൻ ഉഷയാ. എന്ത് മാഡം? പിന്നെ ഇവിടെ കള്ളം കേറി. അയ്യോ, SI സാറിനെ അടിച്ചോണ്ട് പോയാ? അയ്യോ, അങ്ങനെയാണെങ്കിൽ എപ്പോഴേ ഞാൻ രക്ഷപ്പെട്ടേനെ. ബാലപ്പനെ ആരെങ്കിലും കൊണ്ട്, കമ്മീഷണറോ അങ്ങനെ ആരെങ്കിലും കൊണ്ട് അന്വേഷണം ഒന്ന് ഊർജിതപ്പെടുത്തണം. അല്ല, എന്തൊക്കെയാ മോഷണം പോയത്? 60 പവനും 3 ലക്ഷം രൂപ. ഈശ്വര, ഇവളെന്തായി പറയണത്? അയ്യോ, ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാം. ആ ഓക്കേ, ശരി. ആ ബാ, നമുക്ക് SI സാറിന്റെ വീട് വരുന്നു പോവാം. പെട്ടെന്നാവട്ടെ. കള്ളം കയറിയെന്ന്. ഹലോ, മീശ മാധവനാ? ഇത് ജാക്സനാ. ഇന്നലെ സക്സസ് ആയി. ഒരു 12:30 1 മണിയായി. എത്തും. ഹോ, അതൊക്കെ കൊറിയറിൽ എത്തിക്കോളും. ഷെയർ ആർത്തി കാണിക്കാതെ. ശരി, ഓക്കെ. എഴുന്നേക്കണേ. എന്ത് ഉറക്കമാണിത്? ഞാൻ വിളിച്ചിരുന്നു. ഇതെന്തോന്ന് വട്ടിയോടെ നിന്നാ? മീശ മാധവൻ വിളിച്ചിരുന്നു. എഴുന്നേക്ക്. നീ ആ പെട്ടി പൊട്ടിക്ക്. അപ്പം പെട്ടി പൊട്ടിക്കാമോ? പൊട്ടിക്കടേ അങ്ങോട്ട്. നീ ആ കർപ്പൂരം കത്തിക്ക. കായംകുളം കൊച്ചുണ്ണിയേ, ഇത്തിക്കര പക്കിയേ, ജമ്പുലിങ്ങേ, കള്ളം പൗത്രേ. ശുഭലക്ഷണം ഉണ്ടാ? നീ ഇത് പൊട്ടിക്കാൻ നോക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ഇത് പണമൊന്നുമില്ലല്ലോ. അതേടാ, അവന്റെ ഒടുക്കത്തെ കുറെ രസീതുകൾ. SI സാറിന് കംപ്ലീറ്റ് ഇൻസ്റ്റാൾമെന്റ് ഇടപാടാണെന്നാ തോന്നുന്നു. കണ്ടോ, കംപ്ലീറ്റ് പണയം വെച്ചതിന്റെ റെസിപ്റ്റാ. ഇത് തൂക്കി വിറ്റാലേ 1 പവനുള്ള കാശ് കിട്ടും. വെറുതെ മെനക്കെട്ടു. ഓ, എന്താ പറഞ്ഞത്? പിടിക്കുമ്പം പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിക്കണോന്നല്ലേ? നെൽസാ, ശവത്തിക്കുന്ന വർത്താനം പറയല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ PWD എഞ്ചിനീയറുടെ വീട്ടിൽ കയറിയാ മതിയെന്ന്. മെനക്കെട്ടതിന് വല്ലതൊക്കെ കിട്ടിയാനെ. ആ പെമ്പർനാളുടെ സംസാരം കേട്ടപ്പോ ഞാൻ കരുതി കർണാടകയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ആദ്യത്തെ അറ്റാക്ക് തന്നെ പാളിപ്പോയല്ലേ. ബാബു, അച്ഛന്റെ മോൻ ബാബു കരയാതടാ. കരയല്ലേ? അച്ഛൻ വേണേ തരാട്ട് പട്ട് പഠിത്തരാ. ബാബു
ബാബു. ദേ ഇത് കണ്ട അച്ഛൻ്റെ വീടാണ് സ്ഥിരീകരിക്കണത് കണ്ട ബാബു. ഇതേ മാനം കാണിച്ചില്ല ഡിസ്കവറി ചാനലിലെ മാനം കേട്ടാ കണ്ട പുലി വേണ്ട മാഡം എല്ലായിടത്തും നോക്കിയാ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അയ്യോ സൂട്ട് കേസിൽ വെച്ചിരുന്ന 3,60,000 പവനും പോയത് പോരെ. ബാലപ്പ യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ നിങ്ങൾ മിണ്ടരുത്. ആ എന്തായാലും സായന പത്രത്തിലൊക്കെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. കമനീയമായ വാർത്ത വരും. 5 ലക്ഷം രൂപയും 90 പവനും SIയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയെന്ന്. എങ്ങനെയുണ്ട് ബാലപ്പ? ഈശ്വരകോപം കിട്ടും ഇല്ലാത്തത് പറഞ്ഞ. അല്ല അപ്പം മോഷണം നടന്നിട്ടില്ലേ? മോഷണം നടന്നു, പക്ഷെ ഇത്ര പണമൊന്നും പോയിട്ടില്ല. അല്ല അതെനിക്കറിയാം, പക്ഷെ ഇത്രയൊക്കെ പോയെന്ന് പറഞ്ഞാലേ അതിനൊരു പ്രാധാന്യമുള്ളൂ, ആൾക്കാർ വായിക്കൂ അല്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ബാലപ്പ. കഷ്ടം. ദേ, എല്ലാം വളരെ രഹസ്യമായിരിക്കണം. അണ്ണാ ഈ പത്രം നോക്കിയേ. ആ വാർത്ത വന്നു അല്ലേ, നീ വായിക്ക്. വെറുതെ കളിയാക്കല്ലേ. എന്നാ SIയുടെ വീട്ടിൽ ഭീകര കവർച്ച. 5 ലക്ഷം രൂപയും 90 പവനും മോഷണം പോയി. എത്ര മോഷണം പോയെന്ന്? 5 ലക്ഷം രൂപയും 90 പവനും. ഓഹോ, അപ്പൊ നമ്മൾ കേറിയതിന് ശേഷം ആരോ അവിടെ കയറി. എടാ വേറെ ആരും കേറിയതല്ല, നമ്മുടെ തലക്കായെന്ന്. കണ്ടോ, വെറുതെ പേര് ചീത്തയായില്ലേ? വല്ല ഉപയോഗമുണ്ടോ? അങ്ങനെ വിട്ടാ പറ്റില്ല. ചോദിച്ചിട്ട് എന്റെ ബാക്കി കാര്യം. മനുഷ്യനെ കള്ളം പറയാൻ പാടില്ലല്ലോ. നെൽസ, നീ ഒരു പൊടിക്കടങ്ങ്. ഞാനല്ലേ നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്നത്. എന്തായാലും ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ കള്ളന്മാരുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. നമുക്കൊരാളുമായി ഡിസ്കസ് ചെയ്യണം. നീ ആ ഫോണും എടുക്ക. ഹലോ, മീശ മാധവനുണ്ടോ? രുക്മിണിയോ? മാധവൻ ഒന്ന് കൊടുക്ക്. ഉറക്കത്തിലോ? വിളിച്ചോർത്ത്. മാധവ, ഞാൻ ജാക്സനാണ്. ചെടിയെല്ലാം വാടിക്കരിഞ്ഞു. എല്ലാം ഞാൻ തന്നെ ശ്രദ്ധിക്കണം. എന്തായാലും SIയുടെ വീട്ടിൽ കള്ളം കയറിയത് ഒരു തരത്തിൽ നന്നായി. എന്താ ബാലപ്പ? അല്ല ഈ പോലീസൊക്കെ ഒന്ന് അലർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ പകലും രാത്രിയൊക്കെ നൈറ്റ് പെട്രോളാ. പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. നോക്ക്, SIയുടെ വീട്ടിലും കള്ളം കയറി. ഈ മോഷണ വാർത്ത എല്ലാ പത്രത്തിലും കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതില് എന്റെ ഒരു കളർ ഫോട്ടോയും കൂടെ കൊടുക്കായിരുന്നു. SI സാറിനെ കൊന്നിട്ടാണ് മോഷണം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ തന്നെ വന്നേനെ. അല്ല ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ ഫാമിലികൾ പോപ്പുലർ ആവുന്നത്. ബാലപ്പ, ഈ പത്രത്തിലും 5.5 ലക്ഷം രൂപയും 2.5 കിലോ സ്വർണവും കവർച്ച പോയിന്നാണല്ലോ വാർത്ത വന്നിരിക്കുന്നത്. പല പത്രത്തിലും പല രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. ഏതായാലും SI സാർ ആളൊരു കുബേരനാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. കുബേരൻ? ഇൻകം ടാക്സിൽ ചോദ്യം അന്വേഷണം വന്നിട്ടുണ്ട്. ഈ ലക്ഷങ്ങളുടെ എല്ലാം സോഴ്സ് എവിടുന്നാണെന്ന് അറിയാൻ. ഉഷേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പത്രവാർത്ത കൊടുക്കരുതെന്ന്. നിങ്ങൾ ഒറ്റൊരുത്തന അതിനല്ല കാരണക്കാരൻ. എന്റെ ഭഗവതി, ഇനി ആരെല്ലാം ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. ഹലോ ഹലോ, ഞാൻ ബാലപ്പനാ. ഞാൻ കന്നയാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ശരി ശരി. ഓക്കെ. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ ഒന്ന് കാണണം കേട്ടോ. പിടിച്ചോ, പത്രമൊക്കെ ഉണ്ട്. അപ്പൊ ശരി സാറേ. അയ്യോ, അവൻ എന്റെ ഫോണിലാണല്ലോ വിളിച്ചത്. ഇനി അവനെങ്ങനെ തിരിച്ചു വരുമോ? നീ കൊച്ചിനൊന്ന് പിടിച്ചേ, എനിക്ക് ഓഫീസിൽ പോണ്ടാണ്. അല്ലെങ്കിൽ എന്റെ യൂണിഫോമിൽ ഇപ്പൊ മുള്ളി നാറ്റി. എന്റെ 5000 രൂപയുടെ പട്ടുസാരിയിലും മുള്ളി നശിപ്പിച്ചോട്ടെന്നല്ലേ? അടി കൊള്ളാൻ ചെണ്ടേ കാശ് വാങ്ങാൻ മാരാരും. എന്നാലും SIയുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാനുള്ള ധൈര്യം കാണിച്ചൊരു ചില്ലറക്കാരല്ല. എന്റെ 60 പവൻ എല്ലാം എന്റെ കൊതി പോലും തീർന്നിട്ടില്ല. ഉഷേ, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ കള്ളന്മാരെ കുറിച്ച്? ചേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ആളിനെ പിടികൂടുമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. പണവും സ്വർണ്ണവും മാത്രമേ പോയുള്ളൂ? ഭാഗ്യത്തിന് 60 പവനും 5.5 ലക്ഷം രൂപയെ പോയുള്ളൂ. അലമാരിലെ
10 ലക്ഷം രൂപയുടെ 2 ഡയമണ്ട് നെക്ലസ് ഉണ്ടായിരുന്നു. പിന്നെ 40,000 രൂപയുടെ ഒരു മൊബൈൽ ഫോണും. ഹോ, പെട്ടി കൈ കിട്ടിയ പിന്നെ അവന്മാര് വേറെ ഒന്നും നോക്കി കാണത്തില്ല. ഹാ, ഏതായാലും ഇത്രയല്ലേ പോയുള്ളൂ. പണക്കാരി ആയി പോയത് പിന്നെ ഇതാ ഒരു പ്രശ്നം. നിങ്ങളെയൊക്കെ പോലെ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വീട്ടിൽ പിന്നെ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാ ഒരു സമാധാനം. ബാങ്ക് ലോക്കറിൽ 100 പവൻ വെച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ തന്നെ 2.5 കിലോ സ്വർണ്ണമുണ്ട്. പിന്നെ ആഴ്ച വീട്ടു ചെലവിനായി 9 ലക്ഷം രൂപ വേറെയും. ഇതൊന്നും പുറത്തു പറഞ്ഞോണ്ട് നടക്കല്ലേ മോളെ. ആഹാ, എന്നാലും എനിക്ക് പേടിയില്ല. രാത്രിയോ പകലോ ആര് വീട്ടിൽ വളപ്പി കയറിയാലും വീട്ടിലിരുന്ന് ആളെ തിരിച്ചറിയാനുള്ള യന്ത്രം എന്റെ വീട്ടിലുണ്ട്. ജപ്പാനീന്ന് കൊണ്ടുവന്നതാ. 23 ലക്ഷം രൂപയായി. അടുത്ത തവണ കള്ളം കേറട്ടെ, 1 കോടി രൂപയുടെ സാധനം പോയെന്ന് പറയണം. ഉഷേ, ഞാൻ പോട്ടെ. ചേട്ടൻ ഊണ് കഴിക്കാൻ ലാൻസർ കാറിൽ വരാനുള്ള സമയമായി. ഞാൻ പോട്ടെ. ലാൻസർ വരില്ലേ? ഓക്കേ, ബൈ. ദീപം ദീപം ദീപം. ഇവന്മാര് ത്രിസന്ധ്യ നേരത്തെ എന്തിനാ വന്നത്? നിങ്ങൾ അതിനിടയ്ക്ക് മറന്നോ? ഇനി പറയാം. 2 ദിവസത്തിന് മുമ്പ് ഇവിടെ ഒരു മോഷണം നടന്നില്ലേ? അതെ, പത്രത്തില് വായിച്ചായിരുന്നോ സാറന്മാര്? ഈ കോളനിയിൽ നടന്ന മെഗാ മോഷണമായിരുന്നു. രാജിക്ക് മനസ്സിലായില്ലേ? നമ്മളെ VVIP ലിസ്റ്റിൽ ചേർക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരാ. പെങ്ങളെ, ഞങ്ങളെ ഒന്ന് വിശദമായി പെങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നില്ല. പക്ഷേ സാറ് ഞങ്ങളെ അറിയും. 2 ദിവസം മുമ്പ് ഈ വീട്ടിൽ കയറി മോഷണം നടത്തിയത് ഞങ്ങളായിരുന്നു. പക്ഷേ പത്രത്തിൽ നിങ്ങൾ കൊടുത്ത വാർത്ത വായിച്ചപ്പോഴാ നിങ്ങൾ ഞങ്ങളെക്കാൾ വലിയ കൊള്ളന്മാരാണെന്ന് മനസ്സിലായത്. പണയത്തിന്റെ ഇൻസ്റ്റാൾമെന്റിന്റെ ഒക്കെ എല്ലാ രേഖകളും ഇതിനകത്തുണ്ട്. താങ്കളെ സംബന്ധിച്ച് ഇത് ലക്ഷങ്ങളാണ്. ആ ചെക്ക് ഇങ്ങെടുക്ക്. രാജേഷ് സാറേ, 25,000 രൂപയുണ്ട്. ഞങ്ങളുടെ വക ഒരു ചെറിയ പാരിതോഷികം. അതെ, ഞങ്ങളിപ്പോ രൂക്ഷമായ തൊഴിൽ പ്രശ്നത്തിലാണ്. കാരണം നിങ്ങളെ പോലുള്ള പലരും ഞങ്ങളുടെ ഫീൽഡിൽ കയറി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. വെറുതെ കള്ളന്മാരുടെ കഞ്ഞിയിൽ കല്ലും മണ്ണും വാരി ഇടരുതേ സാറേ.